ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ഡയറ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിരുന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ തീർത്തുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്ന് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ആണ് ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. അതോറിറ്റി വന്നിട്ടുണ്ട്. മെമ്മറീസ് ഓഫ് ലവ്, സാക്രിഫൈസ്, സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട്, rejoice and celebration. Rain, ബി വന്നിട്ടുണ്ട്. കോൾട്രോൺ, സോ സീഡ്സ്. ഇതിൽ നമുക്ക് ആദ്യം കിട്ടിയിരിക്കുന്നത് അതോറിറ്റിയാണ്. അപ്പോൾ ഈ അതോറിറ്റി എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ തന്നെ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. നമ്മളുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം അത് നമ്മൾ ഏറ്റെടുക്കുക. നമ്മൾ മറ്റുള്ള ആൾക്കാരാണ്, അവരുടെ നിയന്ത്രണത്തിലാണ് നമ്മൾ പൂർണ്ണമായിട്ടും ഉള്ളതെങ്കിൽ അതിൽ നിന്ന് കുറേയൊക്കെ മാറി നമ്മളുടെ നിയന്ത്രണത്തിലേക്ക് വരുന്നൊരു സമയമാണ്. പിന്നെ മാത്രമല്ല, നമ്മളെപ്പോഴും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റാൻ ശ്രമിക്കുക. നമ്മളാണ് നമ്മളുടെ ജീവിതം നിയന്ത്രിക്കേണ്ടത്. ഉത്തരവാദിത്വം എടുക്കേണ്ടത് നമ്മളാണ്. നമ്മളെപ്പോഴും അവർ ചെയ്യട്ടെ, ഇവർ ചെയ്യട്ടെ, അവർ സഹായിക്കട്ടെ, അങ്ങനെ ഒന്നും ചിന്തിക്കാൻ പാടില്ല. നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം, ഉത്തരവാദിത്വം എടുക്കണം എന്നാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ നിങ്ങൾക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഓൾറെഡി ഉള്ള ആൾക്കാരാണ്. അത് ഇതുവരെയും പുറത്ത് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് നിങ്ങളൊന്ന് കൊണ്ടുവരാൻ ശ്രമിക്കുക. പിന്നെ ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു പ്രമോഷനോ അല്ലെങ്കിൽ ഒരു അപ്രീസിയേഷനോ ഒക്കെ കിട്ടാനുള്ളൊരു സാധ്യത ഉണ്ടെന്ന് കാണുന്നുണ്ട്. അപ്പോൾ പിന്നെ നിങ്ങളുടെ പവർ നിങ്ങൾ മറ്റാർക്കും വിട്ടു കൊടുക്കാതിരിക്കുക. മറ്റുള്ളവരെന്ത് പറയും, മറ്റുള്ളവരെന്ത് തീരുമാനിക്കും, അപ്പോൾ അതിനേക്കാൾ നിങ്ങൾക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് ആ ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കേണ്ടത്. അപ്പം നമ്മൾ എപ്പോഴും പ്രയോറിറ്റി നമുക്ക് കൊടുക്കാൻ ശ്രമിക്കുക. അത് ഈഗോ അല്ല കേട്ടോ. ഇതിൽ ഈഗോ ഉണ്ടാകരുത് എന്ന് കൂടെ കാണുന്നുണ്ട്. കാരണം നമ്മളുടെ ജീവിതം നമ്മളുടെ കയ്യിലാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്കൊരു ഈഗോ ഒക്കെ വരാം. ഈഗോ പാടില്ല. നമ്മൾ ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കണം. നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കാൻ നിങ്ങൾ ശ്രമിക്കണം. നമുക്കൊരു പ്രാക്ടിക്കൽ വിസ്ഡവും വേണം. പിന്നെ നമ്മളുടെ ഹൃദയത്തോടും ചോദിക്കണം. രണ്ടും കൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഓരോ തീരുമാനങ്ങൾ എടുക്കാൻ. പിന്നെ ഇന്ന് സെൽഫ് കൺട്രോൾ വേണമെന്ന് കാണുന്നുണ്ട് കേട്ടോ. ഒരു കൺട്രോൾ ഇല്ലാതെ പെരുമാറാൻ പാടില്ല. നമ്മളെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. നമ്മളുടെ ഇമോഷൻസ് ഒന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത് വന്നിട്ടുള്ളത് മെമ്മറീസ് ഓഫ് ലവ് ആണ്. അപ്പോൾ ഇതൊരു 6 of കപ്പിൻ്റെ എനർജിയാണ്. അപ്പം
പഴയ സ്നേഹബന്ധം, പഴയ ഓർമ്മകൾ. അപ്പോൾ ഇതൊക്കെ പണ്ടത്തെ ചില കാര്യങ്ങൾ നമ്മളുടെ ഹൃദയത്തിൽ ഇപ്പോഴും ജീവിക്കുന്നു. അങ്ങനത്തെ ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. ചിലപ്പോൾ പഴയ ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ വിട്ടുകളയാൻ പറ്റാത്ത പഴയ ഏതെങ്കിലും ഒരു ബന്ധമായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് സന്തോഷിച്ച ഏതെങ്കിലും നിമിഷങ്ങളായിരിക്കാം. അപ്പം ഇത് മനസ്സിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ പക്ഷെ പഴയ കാര്യങ്ങളിൽ കുടുങ്ങിക്കിടക്കാതെ നിങ്ങൾ തിരിച്ചു വരണം എന്നാണ്. പാസ്റ്റിലുള്ള കാര്യങ്ങളിൽ കുടുങ്ങിക്കിടന്നാൽ നമ്മുടെ പ്രസൻറ്റും ഫ്യൂച്ചറും ഒന്നും ബ്രൈറ്റ് ആവില്ല. അപ്പം നമ്മൾ ആ പാസ്റ്റിലുള്ള കാര്യങ്ങളൊക്കെ വിട്ട് കളഞ്ഞ് പ്രസൻറ്റിൽ വരാൻ ശ്രമിക്കുക. നമുക്ക് പണ്ട് കിട്ടിയ ഒരു സ്നേഹം അത് നമ്മൾ സ്വീകരിക്കുക. വേദന മാത്രമേ, ചിലപ്പോൾ ചില പ്രണയത്തിൽ വേദന ഒരുപാടുണ്ടാവാം. നമ്മൾ ആ വേദന മാത്രം ചുമന്നുകൊണ്ട് കിടക്കാതെ നമ്മൾ അതിൽ കിട്ടിയ സന്തോഷങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞത് അതിൻ്റെ ഓർമ്മകൾ സൂക്ഷിച്ച് നമ്മൾ മുന്നോട്ട് പോവുക. അപ്പോൾ അടുത്ത് വന്നിട്ടുള്ളത് സാക്രിഫൈസാണ്. അപ്പോൾ ഇതിൽ നമ്മൾ പാസ്റ്റിൽ ചിലപ്പോൾ നമ്മളെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് വിട്ടുകൊടുത്ത ആൾക്കാരായിരിക്കാം. നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിൽ സന്തോഷം കണ്ടെത്തിയിട്ടുള്ള ആൾക്കാരായിരിക്കാം. നമ്മളുടെ സന്തോഷങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് മറ്റുള്ള ഒരാൾ സന്തോഷിക്കുന്നത് കണ്ട് നമുക്ക് സന്തോഷിക്കാൻ തോന്നിയിട്ടുണ്ടായിരിക്കാം. പക്ഷെ തിരിച്ച് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത് മുഴുവൻ ചിലപ്പോൾ വേദനകൾ, നിരാശയായതുകൊണ്ട് തന്നെ ഈ സാക്രിഫൈസ് ഇപ്പോൾ വേണോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അതാണ് ഈ അതോറിറ്റി വന്നത്. കാരണം നമ്മൾ സാക്രിഫൈസ് ചെയ്തത് കൊണ്ട് എന്താണ് നേടിയത് എന്ന് നമ്മളൊരു ചിന്ത വന്നിട്ടുണ്ടായിരിക്കണം. ഇത്രയും സാക്രിഫൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? പിന്നെ ശരിക്കും നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ആർക്കെങ്കിലും ചെയ്തു കൊടുക്കാനുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കുക, വിട്ടുകളയുക. അവിടെ നമ്മൾ പിന്നെ വീണ്ടും അത് കുടുങ്ങിക്കിടക്കാൻ പാടില്ല. അത് ഈ മെമ്മറീസ് ഓഫ് ലവിൽ നിങ്ങൾ ചിലപ്പോൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടായിരിക്കാം, അതിൻ്റെ എനർജിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടായിരിക്കാം. അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്തെങ്കിലും ചെയ്തു കൊടുക്കേണ്ട, നമ്മളുടെ ഭാഗം നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ചില കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് വിട്ടുകളയാൻ ശ്രമിക്കുക. ഒന്നും ഒരു സാക്രിഫൈസായിട്ട് കരുതേണ്ടതില്ല. ഇനി പാസ്റ്റിൽ ചെയ്ത കാര്യങ്ങൾ സാക്രിഫൈസായിട്ട് കരുതേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ചെയ്യേണ്ട കർമ്മം ചെയ്തു, വിട്ടുകളഞ്ഞെന്ന് മാത്രം വിചാരിക്കുക. ഇനി നമ്മളുടെ കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുത്ത്, അതാണ് അതോറിറ്റി വന്നത്. നമ്മളുടെ കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുത്ത് നമ്മൾ മുന്നോട്ട് പോവുക. നമ്മളുടെ ഉത്തരവാദിത്വം നമ്മൾ തന്നെ ഏറ്റെടുക്കുക. മറ്റുള്ളവരാരും നമ്മളെ സഹായിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ ജീവിക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ നോക്കുക. അടുത്ത് വന്നിട്ടുള്ളത് സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ടാണ്. ഇതിൽ ചില കാര്യങ്ങൾ വിട്ടുകൊടുക്കേണ്ടത് വിട്ടുകൊടുക്കുക. കാരണം അതാണ് സാക്രിഫൈസ്. നമ്മൾ ചില കാര്യങ്ങൾ വിട്ടുകൊടുക്കാനുള്ള കാര്യങ്ങൾ വിട്ടുകൊടുക്കുക. പക്ഷേ നമ്മളുടെ വാല്യൂസ് ഒരിക്കലും വിട്ടുകൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. നിങ്ങളെ ചിലപ്പോൾ ആരെങ്കിലും നിങ്ങളെ ട്രിഗർ ചെയ്യുകയോ ചലഞ്ച് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം. എന്നാലും നിങ്ങളാണ് ശരിയെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ഉറച്ചിരിക്കുക. നിങ്ങൾക്ക് വ്യക്തതയുണ്ട്, നിങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ, ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കാൻ ശ്രമിക്കുക. ഇതിൽ നമുക്ക് എല്ലാം സറണ്ടർ ചെയ്ത് കൊടുക്കാം. നമ്മുടെ സ്ട്രഗിള് നമുക്ക് സറണ്ടർ ചെയ്ത് കൊടുക്കാം, നമ്മളുടെ പ്രശ്നങ്ങൾ നമുക്ക് സറണ്ടർ ചെയ്ത് കൊടുക്കാം. പക്ഷേ നമ്മളുടെ പവർ നമ്മൾ ഒരിക്കലും സറണ്ടർ ചെയ്യാൻ പോകരുത്. അത് ചെയ്യരുത് കേട്ടോ. അപ്പം എല്ലാം സറണ്ടർ ചെയ്യാം. ഇന്നത്തെ ഒരു മെസ്സേജാണ്, നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ സറണ്ടർ ചെയ്യാം. പക്ഷേ നമുക്കുള്ളൊരു പവർ അത് സറണ്ടർ ചെയ്ത് കൊടുക്കാൻ പാടില്ല എന്നാണ് കേട്ടോ. പിന്നെ വന്നിട്ടുള്ള റിജോയ്സ് ആൻഡ് സെലിബ്രേഷൻ ആണ് വന്നിട്ടുള്ളത്. അപ്പം ഇതിൽ ഇവിടെ നിങ്ങളുടെ ഒരു ഓവറോൾ എനർജിയും മാറുന്നുണ്ട്. ഇപ്പം ഇന്നത്തെ ദിവസം ഒറ്റയ്ക്ക് എല്ലാം ചെയ്യാമെന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ നിന്നും നിങ്ങൾക്ക് ആരെങ്കിലും കൂടി ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, ആരെങ്കിലും സഹായിക്കാൻ വന്നാൽ അത് വേണ്ടെന്ന് പറയണ്ട. അപ്പം ഈ ഒരു മെസ്സേജ് നിങ്ങൾ ഉത്തരവാദിത്തങ്ങളെല്ലാം നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അത് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. പക്ഷേ ആരെങ്കിലും നിങ്ങളെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വന്നാൽ ആ ഒരു ആള് ജെന്യുവൻ ആണെന്നുണ്ടെങ്കിൽ ആ സഹായം സ്വീകരിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. അതും കൂടി മനസ്സിലാക്കണം കേട്ടോ. നമ്മളിപ്പം നമ്മളുടെ കാര്യങ്ങളെല്ലാം മറ്റുള്ളവർ ചെയ്തു തരട്ടെ, അല്ലെങ്കിൽ അവരുടെ ഹെൽപ്പ് വേണമെന്ന് വിചാരിക്കുന്നിടത്താണ് നമ്മൾ എല്ലാം ചെയ്യണമെന്ന് പറയുന്നത്. നിങ്ങൾക്ക്
നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യണം, നിങ്ങളുടെ ഉത്തരവാദിത്വം മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കരുത് എന്ന് പറയുന്നത്. പക്ഷെ ആരെങ്കിലും സഹായിക്കാൻ വന്നാൽ ആ സഹായം നിങ്ങൾക്ക് സ്വീകരിക്കാം എന്നും പറയുന്നുണ്ട്. ചിലപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു സഹായം വന്നേക്കാം, നിങ്ങൾക്കൊരു ഔട്ടിങ്ങിനൊക്കെ പോകുന്ന ഒരു എനർജി വന്നേക്കാം, നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ടൊരു കൂടുന്ന ഒരു എനർജി വന്നേക്കാം. അപ്പോൾ പിന്നെ നമ്മൾ ചെറിയ ചെറിയ ബ്ലെസ്സിങ് പോലും നമ്മളൊന്ന് സന്തോഷിക്കാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഹാപ്പിനെസ് കൂടും. അങ്ങനെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അടുത്ത് വന്നിട്ട് റെയിനാണ്. അപ്പം ക്ലെൻസിങ്ങും പ്യൂരിഫിക്കേഷനും ഹൈഡ്രേഷനും വന്നിട്ടുണ്ട്. അപ്പം ചില കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ഈ ക്ലെൻസിങ് കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് എന്താണെന്ന് അറിയാമോ? പുതിയ കാര്യങ്ങൾ മുളച്ചു വരും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ മഴയാണ്, അപ്പോൾ റെയിനാണ് വന്നിട്ടുള്ളത്. അപ്പം റെയിൻ എന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ്. ഭൂമി തന്നെ, പ്രപഞ്ചം തന്നെ ഒരുക്കുന്നൊരു കാര്യമാണ്. ഒരു നാച്ചുറലായിട്ട് നമ്മളെ ക്ലെൻസ് ചെയ്യുന്നൊരു കാര്യമാണ് ഈ റെയിൻ. അപ്പോൾ ഈ റെയിൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ, ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഭൂമി തന്നെ പുതിയ വിത്തുകൾ സ്വീകരിക്കാൻ നിലം ഒരുക്കും കേട്ടോ. നമ്മൾ നിലം ഒരുക്കുമ്പോഴാണ് ആ വിത്തുകൾ യഥാർത്ഥത്തിൽ നന്നായിട്ട് മുളച്ച് വരണം. അപ്പം നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായും നിങ്ങൾ ക്ലെൻസ് ചെയ്ത് കളഞ്ഞതിന് ശേഷം പുതിയ വിത്തുകൾ, പുതിയ ചിന്തകൾ, പുതിയ ആഗ്രഹങ്ങൾ, പുതിയ പ്രതീക്ഷകൾ എല്ലാം പുതിയത് നിങ്ങൾ പാകാൻ ശ്രമിക്കണം. കാരണം ഇപ്പോൾ പുതിയ വിത്തുകൾ മുളച്ചു വരാനുള്ളൊരു സമയമാണ്. അതിനു വേണ്ടിയിട്ട് പ്രകൃതി കാത്തിരിക്കുന്നു, അതുപോലെ നമ്മൾ കാത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു പ്രിപ്പറേഷനാണ്. അയ്യോ, ഞാനൊരു കാര്യം കാണിച്ചു തരാട്ടാ നിങ്ങൾക്ക്. ഇതാണ് ഡൗസിങ് റോഡ് കേട്ടോ. ഇത് നെഗറ്റീവ് എനർജി ഉണ്ടോ എന്ന്, നെഗറ്റിവിറ്റി ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നൊരു സംഗതിയാണിത്. ഇതിന് ഡൗസിങ് റോഡ് എന്നാണ് പറയുന്നത്. ഇത് നിങ്ങൾക്ക് ഈ ഡൗസിങ് റോഡ് വേണമെങ്കിൽ സുധീഷ് സാറിനോട് കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ സാറിൻ്റെ നമ്പർ നിങ്ങൾക്ക് വേണമെങ്കിൽ അയച്ചു തരാം. സാറിനെ കോണ്ടാക്ട് ചെയ്താൽ സാറ് ആ റോഡ് നിങ്ങൾക്ക് തരും. ഇത് നമ്മളുടെ വീട്ടിലോ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തോ ഒക്കെ നെഗറ്റീവ് ഉണ്ടെങ്കിൽ അത് ഈ റോഡ് വെച്ച് നോക്കാൻ പറ്റുമേ. ഞാൻ പറഞ്ഞുതരാം. ഇതിനകത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് ഇപ്പം 2 ദിവസം മുന്നേ ഈ ക്രിസ്റ്റൽസ് ഞാൻ നോക്കിയോ ശരിക്കും നെഗറ്റീവായിരുന്നു. അപ്പോൾ അത് ഞാനിവിടെ അടുത്ത് ഈ ഒരു പാത്രത്തിൽ കുറേ കല്ലുപ്പ് വെച്ചിട്ടുണ്ട്. ഞാൻ ഇത് റീഡിങ് ഒക്കെ കഴിയുമ്പം ഈ റീഡിങ്ങിൽ നമുക്ക് ഒത്തിരി നെഗറ്റീവ് വരും. ഇതൊക്കെ ഈ ക്രിസ്റ്റൽ അബ്സോർവ് ചെയ്യട്ടോ. ഇത് ബ്ലാക്ക് ടെർമലീനാണ്. അത് ഒരു 500 ഗ്രാം വെയിറ്റുള്ളൊരു ബ്ലാക്ക് ടെർമലീനാണ്. അപ്പോൾ ഇത് ശരിക്കും ഇതൊക്കെ വെച്ചാലാണ് നമുക്ക് നെഗറ്റിവിറ്റി അത് അബ്സോർവ് ചെയ്തെടുക്കണത്. അല്ലാതെ നമ്മൾ വെറുതെ ഇരുന്നതിൻ്റെ കാര്യമില്ല. ഇപ്പോഴാണ് എനിക്കത് അത്രയും ഡീപ്പായിട്ട് അത് മനസ്സിലായത് കേട്ടോ. ഇത് നമ്മളിങ്ങനെ സ്ട്രൈറ്റായിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നോക്കുമ്പം നമുക്കിതിൽ നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്ന് നമുക്ക് മനസ്സിലാവും. കണ്ട, ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ അത് പോസിറ്റീവാണ്. ഇപ്പം നെഗറ്റീവ് ആയിട്ടുള്ള നിങ്ങളുടെ റൂമിൽ ഇതിങ്ങനെ 2 കൈയിലും ഇങ്ങനെ പിടിച്ചതിന് ശേഷം സ്ട്രൈറ്റായിട്ട് പിടിച്ചതിന് ശേഷം ഈ റൂം ഫുള്ളി പോസിറ്റീവാണ്. കാരണം എൻ്റെ പ്രയർ റൂമാണത്. അപ്പം ഞാൻ ഇവിടെ ഇരുന്നാണ് രാവിലെ വൈകുന്നേരം പ്രാർത്ഥിക്കുന്നത്, മെഡിറ്റേറ്റ് ചെയ്യുന്നതൊക്കെ ഇവിടെയാണ്. അപ്പോൾ ഇവിടെ ഇരുന്ന് ചെയ്താലേ എനിക്ക് ഇപ്പോൾ റീഡിങ്സൊക്കെ എനിക്ക് ഇവിടെ ഇരുന്ന് ചെയ്താലേ ഒരു സമാധാനം വരുള്ളൂ. വേറെ എവിടെ പോയാലും എനിക്ക് അത്രയും കംഫർട്ടബിൾ അല്ല ഞാൻ. കാരണം ഇവിടെ എൻ്റെ എനർജി ഉണ്ട്, അത്രയും പോസിറ്റിവിറ്റി ഉണ്ട്, ഞാൻ ചെയ്യുന്ന പ്രാർത്ഥനകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും കംഫർട്ടബിൾ ആയിരിക്കുന്നത് ഞാൻ ഇവിടെ ഇരുന്ന് റീഡ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഞാൻ എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കും. നമ്മൾ വെച്ചിട്ടുള്ള ഫോട്ടോകൾ, നമ്മളുടെ റൂമുകൾ, പിന്നെ വീട് ഒക്കെ എന്തെങ്കിലും നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ നമ്മളിതിങ്ങനെ കൊണ്ടുപോയാൽ നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇവിടെ അതെനിക്ക് കാണിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം ഇത് ഫുള്ളി പോസിറ്റീവായിട്ടുള്ള ഒരു ഇതാണ്, ഫുള്ളി പോസിറ്റീവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ റോഡുകൾ ഇങ്ങനെ പോണത്. നെഗറ്റീവ് ആണെങ്കിൽ അതിങ്ങനെ ഇങ്ങനെ 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 കൂടി പോകട്ടാ. അത് നിങ്ങൾ ഡൗസർ റോഡ് വേണമെങ്കിൽ സാറിനെ കോൺടാക്ട് ചെയ്താൽ സാറ് പറഞ്ഞു തരും ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു തരും. ഇത് പെട്ടെന്ന് ഇത് ഇന്നലെ സേജിനെ കുറിച്ച് പറഞ്ഞപ്പോൾ കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് ഇട്ടു, കമൻറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു കാര്യം ഉള്ളതും കൂടി നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് ഉപയോഗപ്പെടുമല്ലോ എന്ന് വിചാരിച്ച്. അപ്പം ഞാൻ എല്ലാ ദിവസവും കാർഡ്സൊക്കെ ഇങ്ങനെ നോക്കും.
നമ്മൾ ഒരു റീഡിങ് കഴിയുമ്പോൾ തന്നെ കാർഡിലൊക്കെ കുറേ നെഗറ്റീവ് ഉണ്ടാവും. അപ്പോൾ കാർഡ്സ് ഇങ്ങനെ നോക്കും, ക്രിസ്റ്റൽസ് നോക്കും. പിന്നെ ഞാൻ അല്ലാതെ സ്കാൻ ചെയ്ത് നോക്കാറുണ്ട്. നമുക്ക് പിന്നെ ചക്ര സ്കാൻ ചെയ്യുക, ഇത് നല്ലതാണ്. നമുക്ക് നെഗറ്റീവ് ഉണ്ടോയെന്ന് ചക്ര സ്കാൻ ചെയ്ത് നോക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ സാധനങ്ങൾ, നമ്മൾ പുറത്തു പോയി ഓരോ സാധനങ്ങളും ഒക്കെ കൗതുക വസ്തുക്കളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരും. ഈ ക്രാഫ്റ്റ് ഈ അങ്ങനത്തെ സാധനങ്ങളുണ്ടല്ലോ, അതൊക്കെ കുറേ നെഗറ്റീവ്സ് ഉണ്ടായിരിക്കും ചില കാര്യങ്ങളിൽ. എനിക്കങ്ങനെ കുറേ അബദ്ധമൊക്കെ പണ്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇത് വെച്ചിട്ട് നോക്കാൻ പറ്റും. നമുക്ക് വാങ്ങിക്കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ നല്ലതാണെന്നൊക്കെ നോക്കാൻ പറ്റും. അപ്പോൾ സോറി, ഒരുപാട് സമയം താമസിച്ചു പോയി. പിന്നെ അടുത്ത് വന്നിട്ടുള്ളത് ബി ആണ്. അപ്പം ബി എന്ന് പറയുന്നത് തേനീച്ച അറിയാമല്ലോ. ബി എന്ന് പറയുന്നത് നമുക്ക് ബി ഒരു കൂട്ടമായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതിനർത്ഥം നിങ്ങളെല്ലാം ഒറ്റയ്ക്ക് ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് കേട്ടോ. ശരിയായ ആളുകളുമായിട്ട് ചേർന്ന് നിങ്ങൾ ചെയ്യുക. പക്ഷെ ഇതിവിടെ നിങ്ങൾ ഇതിനൊരു ഇതുമായിട്ട് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആകരുത്. നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ മറ്റാർക്കും വിട്ടുകൊടുക്കരുത് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തം നിങ്ങൾ തന്നെ ചെയ്യണം. പക്ഷേ എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ആരെങ്കിലും സഹായിക്കാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ എനർജിയുമായിട്ട് കണക്ട് ചെയ്ത കുറച്ച് ആൾക്കാരുമായിട്ട് ചേർന്ന് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിലോ അത് ഞാൻ തന്നെ ചെയ്യുമെന്ന് ചിന്തിക്കരുത്. നിങ്ങൾ ഒരു വിവേചന ബുദ്ധി ഉണ്ടാകണം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇതിൽ കുറേ ആൾക്കാർ ചേർന്ന് ചെറുതായിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ പോലും അത് വലിയൊരു ഫലമായിട്ട് കിട്ടും എന്നാണ് കാണുന്നത്. അപ്പോൾ പിന്നെ അടുത്ത് കോൾഡ്രോണാണ് ഉള്ളത്. കോൾഡ്രോൺ. അപ്പോൾ ഇത് ക്രിയേഷൻ, ഓപ്പർച്യൂണിറ്റി, കെയറിങ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ക്രിയേഷനാണ് പുതിയ ഒരു കാര്യം അത് ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത്. അപ്പം അത് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ്, അത് നല്ലതോ ചീത്തയോ ആട്ടെ. ചിലപ്പോൾ അത് നല്ലതാകാം, ചിലപ്പോൾ അത് ചീത്തയാകാം. അപ്പോൾ അതെല്ലാം ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ചിലപ്പോൾ നമുക്ക് നല്ലത് തന്നെ വരണം എന്ന് നമ്മൾ ചിന്തിക്കാതിരിക്കുക. നമ്മൾ പാസ്റ്റ് എക്സ്പീരിയൻസ് എല്ലാം നല്ലത് തന്നെ ആയിരിക്കണം എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. അപ്പോൾ എല്ലാം ഒരു പുതിയ ഈ ക്രിയേഷൻ എന്ന് പറയുന്നത് പുതിയൊരു സാധ്യത നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അപ്പം പിന്നെ ഈ കുറേ കാര്യങ്ങൾ ചേർന്നാണ് ഒരു പുതിയ കാര്യം ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ വിചാരിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്നതായിരിക്കില്ല. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഇങ്ങനെ ഈ കാര്യങ്ങളൊന്നും ചേരില്ലല്ലോ, തമ്മിൽ ചേരൂലല്ലോ എന്നോ. പക്ഷേ ഇതെല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇതെല്ലാം കൂടെ ചേർന്ന് പുതിയൊരു ക്രിയേഷൻ ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ അത് നിങ്ങൾ പുതിയൊരു ക്രിയേഷൻ്റെ ഒരു സാധ്യത നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുണ്ട്. പക്ഷേ സാഹചര്യങ്ങൾ ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അതിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആകേണ്ട ആവശ്യമില്ല എന്നാണ് കാണുന്നത് കേട്ടോ. പിന്നെ സോയാണ് വന്നിട്ടുള്ളത്. ഇതിൽ പ്ലാനിങ്, സെറ്റിംഗ് ഇൻറ്റൻഷൻ ആൻഡ് ഒപ്റ്റിമിസം ആണ് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ള ഒരു ഇൻറ്റൻഷൻ കൃത്യമായിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യുക. ഇതിൽ നിങ്ങൾക്ക് ആഗ്രഹം മാത്രം പോരാ, പക്ഷെ ആഗ്രഹത്തിന് പ്ലാനിങ് വേണം, ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യണം, പിന്നെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഇരിക്കുകയും വേണം. ഇതെല്ലാം ഉണ്ടെങ്കിലാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കുന്നത്. പിന്നെ സീഡ്സ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഒരു പുതിയ ഒരു ചാപ്റ്ററിൻ്റെ ഇത് വന്ന് നിങ്ങളുടെ ഒരു ഐഡിയ വന്നു എന്നാണ് കാണുന്നത്. കാരണം ന്യൂ ഐഡിയ, സ്കോപ്പ്, ഓപ്പൺ മൈൻഡ്നെസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്കൊരു ചെറിയ ഐഡിയ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടായിരിക്കാം. ഇപ്പോൾ അതൊരു ചെറിയ ഐഡിയ മാത്രമാണ്, പക്ഷേ അതൊരു വലിയ ഒരു സാധ്യതയാണ് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നതെന്ന് മനസ്സിലാക്കുക. അത് ഒരു പുതിയ റിലേഷൻഷിപ്പിൻ്റെ എനർജിയോ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ഒരു പ്രോജക്റ്റോ അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ റിയലൈസേഷനും ആകാട്ടോ. ഇത് നിങ്ങൾക്ക് ഇപ്പോൾ വന്നിട്ടുള്ള എന്തെങ്കിലും ഒരു സ്പിരിച്വൽ പ്രാക്ടീസസിൻ്റെ ഒരു ഭാഗവും ആകാമെന്നാണ് കാണുന്നത്. അപ്പോൾ ഇതിനൊക്കെ എന്ത് തന്നെ ആയാലും അതിന് ഇപ്പോൾ ഒരു റിസൾട്ട് ഉടനെ വരും എന്നാണ് കാണുന്നത് കേട്ടോ. നിങ്ങളത് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഓപ്പൺ മൈൻഡായിട്ട് ഇരുന്നാൽ മാത്രം മതി. ആ റിസൾട്ട് ഉടനെ തന്നെ വരും എന്നാണ് കാണുന്നത്. അപ്പോൾ ഇന്ന് ചെയ്യുന്ന ഓരോ പ്രവർത്തിക്കും അതിൻ്റെതായ ഫലമുണ്ട്. അത് ചെറിയ ചെറിയ കാര്യമായാലും ചെറുതായിട്ട് നിങ്ങൾ വിട്ടുകളയാതിരിക്കുക. അപ്പോൾ ഇന്ന് നിങ്ങൾ ചിലപ്പോൾ അത്
ഈ മെൻ്റലി, ഫിസിക്കലി, സ്പിരിച്വലി നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അതിന് അതിൻ്റേതായ വാല്യൂ ഉണ്ട്, അതിൻ്റേതായ ഫലം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട്, സന്തോഷമായിട്ട്, സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.